കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്നീ വിഷയങ്ങൾ രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുകയാണ്. കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് തന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയില്ല, മറിച്ച് മാനഹാനി നേരിട്ടത് കൊണ്ട് എന്തോ തക്കതായി സംഭവിച്ചു എന്നാണ്. തന്റെ ഭർത്താവിന് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി രമേശ് ചെന്നിത്തലയും അടുത്ത് ഇന്നലെ എത്തിയിരുന്നു. CBI അന്വേഷണമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് എത്തിയത്. വേണ്ടതുപോലെ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം എന്നാണ് VD സതീശൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ശരിക്കും നവീൻ ബാബുവിന് സംഭവിച്ചത്? ഒക്ടോബർ 14, 2024 വിടവാങ്ങൽ ചടങ്ങിൽ, അതായത് കണ്ണൂരിൽ നിന്നും വിടവാങ്ങി പത്തനംതിട്ട, അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് പോകാനിരിക്കവെയാണ് അന്ന് ഒരു അപ്രതീക്ഷിതമായ വിടവാങ്ങൽ ചടങ്ങിൽ പ്രതീക്ഷിക്കാതെ ഒരു അതിഥി എത്തുന്നു. ആ അതിഥിയുടെ പേരാണ് PP ദിവ്യ. കളക്ടറാണ് ആ അതിഥിയെ ഇൻവൈറ്റ് ചെയ്തത്. ഒരു പഞ്ചായത്ത് അംഗത്തിന് എന്തിനാണ് വിടവാങ്ങൽ ചടങ്ങിൽ വരേണ്ട കാര്യമുള്ളത്? ആരാണ് ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്തത്? ഇൻവൈറ്റ് ചെയ്യാൻ മാത്രം എന്താണ് ഇവർക്കുള്ള പ്രത്യേകത? ഇതൊക്കെയാണ് നമ്മളുടെ ചോദ്യങ്ങൾ. അന്നത്തെ ആ ഒരു വിടവാങ്ങൽ ചടങ്ങിൽ PP ദിവ്യ പറഞ്ഞ വാചകം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം വീഡിയോയിലേക്ക്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ് പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ എൻ്റെ ഹൃദയത്തിൽ തറച്ച ഒരു വാചകം, ഒരു ഫയൽ എന്നാൽ അതൊരു മനുഷ്യന്റെ ജീവിതമാണെന്നുള്ളത്. പലപ്പോഴും ഞാൻ വിമർശനമായിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുക. പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു ഫയൽ, എൻ്റെ കയ്യിലുള്ള ഒരു ഫയൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? 10-15 പ്രാവശ്യം നമ്മൾ ഓഫീസിലെ കയറി ഇറങ്ങുന്ന മനുഷ്യൻ അവരങ്ങനെ വന്നു പോകുമ്പോൾ ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിലെന്ന് ഒരു തവണയെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഒന്ന് വളരെ സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ളൊരു കാര്യം. സുതാര്യം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യവും നമുക്ക് ആർക്കുമില്ല. ഞാൻ ഈ ഫോണിൽ സംസാരിക്കുന്നത് പോലും പലർക്കും കേൾക്കാന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ കലക്ടർ വിളിക്കുമ്പോൾ ഞാനും കലക്ടർ മാത്രമേ അറിയായിട്ടുള്ള 2024 ഒക്ടോബറിൽ ആത്മഹത്യ ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരാളുടെ വിടവാങ്ങൽ ചടങ്ങിൽ അദ്ദേഹം ഏറ്റവും സന്തോഷവാനായിരിക്കുന്ന സമയത്ത് മറ്റുള്ള സഹപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു സേവനത്തെ പറ്റി പരാമർശിക്കുകയും അഭിസംബോധന ചെയ്യുകയും ഒരേപോലെ തന്നെ എല്ലാവരും ആ ഒരു അദ്ദേഹം വർക്ക് ചെയ്ത അത്രയും നാളത്തെ പരിചയ സമ്പത്തും ഒരുമിച്ചുണ്ടായ നിമിഷങ്ങളും അയവിറക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഒരു അതിഥി കയറി വന്ന് നവീൻ ബാബു എന്ന അദ്ദേഹം അഴിമതിക്കാരനാണെന്നും അഴിമതി ഉണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തെ മാനഹാനി നടത്തുകയാണ് ചെയ്തത്. ഇതിന്റെ മനോവിഷമം താങ്ങാനാവാതെ അന്ന് രാത്രി തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതാണ് റിപ്പോർട്ട് വന്നത്. എന്നാൽ മനഃപൂർവ്വം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി PP ദിവ്യയ്ക്ക് എതിരെ കേസ് എടുക്കണമെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണമെന്നും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. PP ദിവ്യ ഇപ്പോഴും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കേസും ഒന്നും ഉണ്ട് എന്നുള്ള ഒരു ഭാവവും ഇല്ലാതെ ആ ഒരു വ്യക്തി എങ്ങനെയാണോ നേരത്തെ പെരുമാറിയത്, ആ ഒരു ധാർഷ്ട്യ ഭാവത്തോടു കൂടിയും ഒരാളുടെ ജീവൻ എടുത്തിട്ടും യാതൊരു കൂസലുമില്ലാതെ സമൂഹത്തിൽ പിന്നെയും അഴിഞ്ഞാടി നടക്കുകയാണ് PP ദിവ്യ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നിയമം? ഇങ്ങനെയാണോ നമ്മുടെ നിയമം ആകേണ്ടത്? ഒരു കുടുംബം ഇപ്പോഴും നീതി ലഭിക്കാതെ മറുവശത്ത് നിൽക്കുമ്പോൾ അതിന്റെ കാരണക്കാരായ ഒരു വീഡിയോ, ആ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തവുമാണ് സ്പഷ്ടവുമാണ് അദ്ദേഹം എത്ര സന്തോഷവാനായിരുന്നു. PP ദിവ്യ കടന്നു വന്ന സമയത്ത് പെട്രോൾ പമ്പിൽ ഒരു അഴിമതി ആരോപണം ഉണ്ട്, അദ്ദേഹത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം ആ കൂടിയിരിക്കുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു PP ദിവ്യ ഇൻവൈറ്റ് ചെയ്ത കളക്ടർ. ഒരേ സമയം PP ദിവ്യയും ആ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്ത കളക്ടറും ഒരേപോലെ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. പക്ഷേ കേസ് എവിടെയും എത്തിയില്ല. CBI അന്വേഷണം നേരത്തെയും ഭരിച്ചിരുന്ന സർക്കാർ, അതായത് CPM സർക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ CPM സർക്കാർ CBI അന്വേഷണത്തിന് തയ്യാറായിരുന്നില്ല. കണ്ണൂരിലെ പാർട്ടി അംഗമാണ് ഈ PP ദിവ്യ. PP ദിവ്യ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് CBI അന്വേഷണം കൊടുക്കാതിരുന്നത്, അത് അനുമതി ലഭിക്കാതിരുന്നത്, അനുമതി കൊടുക്കാതിരുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത്. കാരണം ഇപ്പോൾ ഭരണം മാറി. എന്താണെങ്കിലും തുടരന്വേഷണം നടത്താനായിട്ട് VD സതീശൻ രമേശ് ചെന്നിത്തലയും ഉറപ്പ് നൽകിയിട്ടുണ്ട്.
മാത്രവുമല്ല ഏതറ്റം വരെ ഈ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകും, ഞങ്ങൾ കൂടെയുണ്ട്. കുടുംബത്തിലെ ഒരംഗത്തിന് ആശ്രിതം എന്ന നിലയിൽ ഒരു ജോലി വാഗ്ദാനം നൽകിയെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്. അതെന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. പക്ഷെ പി ദിവ്യ ഇപ്പോഴും സമൂഹത്തിൽ നിറഞ്ഞാടുകയാണ്. ദിവ്യയെ പോലുള്ള ഒരു വ്യക്തി, അതായത് അത്രയും സന്തോഷവാനായിരിക്കുന്ന മനുഷ്യന്റെ ഇടയിൽ കയറി വന്ന് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ആ വീഡിയോ കണ്ടാൽ നമുക്ക് ഇന്നും വ്യക്തമാണ്, മനഃപൂർവ്വം തന്നെ ഒരാളെ കരുതി കൂട്ടി അപമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പി ദിവ്യ ക്ഷണിക്കപ്പെടാതെ ആ ഒരു വിടവാങ്ങൽ ചടങ്ങിൽ വന്നതും അതെന്നേക്കുമായുള്ള നവീൻ ബാബുവിന്റെ വിടവാങ്ങലായിരുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും ആ കൂടിയിരുന്നവർ വിചാരിച്ച് കാണുകയില്ല. അത്രമാത്രം ഒരു മനോവൈകൃതമുള്ള ഒരു സ്ത്രീയെ പോലെയാണ് പി ദിവ്യ പെരുമാറിയത്. ഇതെല്ലാം ആരോട് പറയാനാണ്? പക്ഷെ CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബത്തെ പാടെ അവഗണിക്കുന്ന രീതിയായിരുന്നു പിണറായി സർക്കാർ ചെയ്തത്. പക്ഷെ അവരിപ്പോൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഭരണം മാറിയിട്ടുണ്ട്. പി ദിവ്യ എന്ന് പറയുന്നത് CPM പാർട്ടി അംഗമാണ്. ആ പാർട്ടി അംഗത്തെ പൊതിഞ്ഞു കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ണൂരില് ഇവരെല്ലാം ശ്രമിച്ചത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ പല നേതാക്കളും പി ദിവ്യക്കെതിരെ ആയിട്ടുണ്ടായിരുന്നു. കാരണം നവീൻ ബാബു എന്നൊരു വ്യക്തി കറ കളഞ്ഞ ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. പി ദിവ്യ ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു പെട്രോൾ പമ്പിന്റെ കേസില് കൈക്കൂലി വാങ്ങിയിട്ട് കൈക്കൂലി വാങ്ങി NOC കൊടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ പിന്നീടുള്ള റവന്യൂ വകുപ്പും സർക്കാരും അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അഴിമതി നടത്തിയിട്ടുമില്ല, കൈക്കൂലി വാങ്ങിയിട്ടുമില്ല എന്ന് തെളിഞ്ഞു. എന്തൊക്കെയാണ് ഇവ ഈ പറയുന്നത്? കാരണം CPM പാർട്ടിയിലുള്ള എല്ലാവരും കൈക്കൂലിക്കാരും അഴിമതിക്കാരുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സമയത്ത് മറ്റുള്ള എല്ലാവരും അഴിമതിക്കാരാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ലാതെ പി ദിവ്യക്ക് എന്തിനാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ചടങ്ങിൽ വരുന്നത്? ഒരു ADM നവീൻ ബാബുവിന്റെ വിടവാങ്ങൽ ചടങ്ങിൽ എന്തിനാണ് ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ ആവശ്യം? കളക്ടർ പഞ്ചായത്ത് അംഗത്തെ വിളിക്കേണ്ട ആവശ്യം എന്താണ്? ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കയറി വന്ന് അദ്ദേഹത്തിന് ജീവൻ തന്നെ അപകരിച്ചു കൊണ്ടുപോയ അവസ്ഥയാണ് ഇത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ കേസ് എങ്ങും എത്താതായി, എഴയുന്ന മട്ടിലായി. പക്ഷേ ഈ കുടുംബം അപ്പോഴും പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥർ ശരിയായ രീതിക്കല്ല ഈ അന്വേഷണം നടത്തുന്നത് എന്നാണ്. അതിനെതിരെ അവരെ അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. ശരിക്കും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടത് തന്നെയാണ്. അവർക്ക് ആദ്യമായി ലഭിക്കേണ്ടത് ജോലിയല്ല. നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് എന്താണ് തന്റെ ഭർത്താവിന് സംഭവിച്ചത്? കാരണം മരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് ഭാര്യയെ വിളിച്ച് സംസാരിച്ചതാണ്. അതീവ സന്തോഷത്തിലാണ് സംസാരിച്ചത്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നാണ് അവർക്ക് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഒരുപോലെ അറിയണം എന്താണ് തന്റെ അച്ഛന് സംഭവിച്ചതെന്ന്. ഇതിന്റെയൊക്കെ കാരണക്കാരിയായ പി ദിവ്യ ഇപ്പോഴും പുറത്ത് വിലസ് നടക്കുമ്പോൾ അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് എങ്ങനെയാണ് സമാധാനം ശാന്തി ലഭിക്കുക? ആ കുടുംബത്തിന് എങ്ങനെയാണ് നീതി ലഭിക്കുക? ആ കുടുംബത്തിനോട് നീതികേടാണ് ശരിക്കും കാണിക്കുന്നത്. ആ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ആവശ്യത്തെ അംഗീകരിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തിരിക്കുന്നത്. നമുക്ക് തുടർന്ന ദിവസങ്ങളിൽ കാണാം എന്താകുമെന്ന്. എന്ത് തന്നെയാണെങ്കിലും കള്ളൻ കപ്പലിൽ തന്നെയാണ്. ആ കപ്പൽ അധികം നാൾ ഓടാതെ മുങ്ങി താഴാതെയും ആ കപ്പൽ ശരിയായ രീതിയിൽ നീതി വ്യവസ്ഥയുടെ മുന്നിൽ കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കത് കാണാൻ സാധിക്കട്ടെ.